ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണയും കൃപയുമുള്ള കർത്താവ് നമുക്കൊരു ക്രിസ്തീയ ജീവിതം തന്ന് നാം നിത്യതയ്ക്ക് യോഗ്യരായി ഒരുങ്ങി നിത്യതയിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതയാത്രയെ നാം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. നാം ചെന്ന് ചേരേണ്ടതായ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് സിയോൻ അഥവാ ദൈവസന്നിധിയാണെന്ന് നാം ഉണരുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഓരോ നാളും കർത്താവ് നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നടത്തുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിച്ചിട്ട് ബലപ്പെടുത്തിയിട്ട് അഥവാ ശക്തിയുടെ പുതുക്കം നമുക്ക് നൽകിയിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ നമുക്കിടയാകുമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യഹോവയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടരുടെ അനുഭവത്തെക്കുറിച്ചാണ് നമുക്ക് വായിപ്പാനിടയാകുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്, അഥവാ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. കർത്താവ് വേഗത്തിൽ വരും എന്നുള്ള ആ ദൈവിക വെളിപ്പാട് പ്രാപിച്ചവരായി, അഥവാ കർത്താവിൻ്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകുമെന്നുള്ള പ്രത്യാശ ഉള്ളവരായി നാം ജീവിക്കുന്നതിനാൽ ഓരോ നാളും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരായിട്ടാണ് നാം കാണപ്പെടുവാനിടയാകുന്നത്. അക്ഷരീക ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായും ദൈവത്തിൻ്റെ സഹായത്തിനും അനുഗ്രഹത്തിനുമായൊക്കെ കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുമെന്നാൽ ആത്മീക ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിൽ അക്ഷരീകമായ ലൗകികമായ ഭൗതികമായതിനൊന്നിനുമല്ല നാം കാത്തിരിക്കുന്നത്. അതിനൊന്നും നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. മാത്രമല്ല ദൈവം തൻ്റെ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിലൂടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും തിരുവെഴുത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നുണ്ട്. ആകയാൽ ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതിലപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാപിപ്പാൻ തക്ക സമയങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതല്ലാതെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനായി നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് നമ്മുടെ കർത്താവ് രണ്ടാമതും പ്രത്യക്ഷനാകുക എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിപ്പാൻ ഇടയാകുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം: തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് നാം അവിടെ വായിപ്പാനിടയാകുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആർക്ക് വേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് വരുവാനിടയാകുന്നതെന്നാണ്. ആകയാൽ തന്നെ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകേണ്ടതിന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുന്ന നമ്മുടെ ജീവിത യാത്രയിൽ നാം ഏത് അവസ്ഥയിൽ ഏതനുഭവത്തിൽ മുൻപോട്ട് പോകുവാനിടയാകുന്നു എന്നുള്ളത് നമ്മെ തന്നെ നാം ഒന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം വായിച്ച കുറിവാക്യത്തെ നാം ശ്രദ്ധിച്ചാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തെ നാം ഉണരുമ്പോൾ രണ്ടനുഭവങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ആരംഭ ഭാഗം നാം വായിക്കുമ്പോൾ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരും ക്ഷീണിച്ചു പോകുമെന്ന് നാം വായിക്കുന്ന വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ അത് മാനുഷികമായ ഒരു അനുഭവമായി നമ്മെ ഉണർത്തുവാനിടയാകുന്നു. മാനുഷികമായ നിലയിൽ ശക്തിയും ബലവുമുള്ള ബാല്യവും യൗവനവും ഒക്കെ ക്ഷീണിച്ചു പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഥവാ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിച്ച് ഉത്സാഹിച്ച് ഒരുങ്ങി നമ്മുടെ ഓട്ടം ഓടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മാനുഷികമായ നമ്മുടെ കഴിവ് കൊണ്ടും ബലം കൊണ്ടും ശക്തി കൊണ്ടും ഒന്നും നാം ഓട്ടമോടി തികയ്ക്കുവാൻ ബിരുദ പ്രാപിപ്പാൻ നമുക്കിടയാകത്തില്ല. മാനുഷികമായതിനാൽ നാം ക്ഷീണിച്ചു പോകുകയുള്ളൂ എന്ന് ആ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതിൻ്റെ താഴെ നാം വായിക്കുമ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നും
അവർ ക്ഷീണിച്ചു പോകാതെയും തളർന്നു പോകാതെയും ജീവിക്കുന്നവരായിരുന്ന് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ ഇടയാകുമെന്നും നാം വായിക്കുമ്പോൾ കർത്താവിന്റെ വരവ് എന്ന് പറയുന്ന അനുഭവത്തെ യേശു നമ്മെ ഓർപ്പിക്കുന്നത് ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടുമെന്നാണത്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിലാണോ നമുക്ക് ഉണരുവാനിടയാകുന്നുണ്ട്. അവിടെ ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടുമെന്ന് കർത്താവ് പറയുമ്പോൾ നാം കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കർത്താവിന്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകുന്ന അനുഭവമാണ്. ആകയാൽ തന്നെ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ താൻ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തനിക്ക് ഇടയാകണമെങ്കിൽ യഹോവയ്ക്കായി കാത്തിരുന്ന് ശക്തിയെ പുതുക്കുവാൻ ഇടയാകണം. അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവരായിരുന്ന് അതിനേറ്റതായ ശക്തിയും ബലവും പ്രാപിക്കുന്നവരായി തീരുമ്പോൾ, അഥവാ 73-ാം സങ്കീർത്തനത്തിലാണ് നാം വായിക്കുമ്പോൾ യഹോവ നമ്മുടെ ബലമായി തീർന്നിട്ട് നാം ദൈവത്തിൽ ബലപ്പെടുന്നവരായി തീർന്നിട്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ നമുക്കിടയാകുന്ന അനുഭവത്തെ നാം ഉണർന്നുകൊണ്ട് കർത്താവ് നമ്മുടെ ബലമെന്ന് പറയുവാൻ നമുക്കിടയായി ദൈവത്തിൽ ബലപ്പെടുവാനായി ദൈവസന്നിധിയിൽ നാം കാത്തിരുന്നതവ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച് ബലത്തെ പുതുക്കിക്കൊണ്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ച് ജീവിക്കുമെങ്കിലാണ് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ നമുക്കിടയാകുന്നത്. അവിടെ ചെന്നെത്തത്തക്കവണ്ണം നാം ശക്തിയെ പുതുക്കുമ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ ഇടയാകുന്ന ഒരു അനുഭവം. ഈ രണ്ട് വാക്യങ്ങളെയും നാം ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ രണ്ട് അനുഭവങ്ങളെയും ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത് എന്താണ്? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, അഥവാ തളർന്ന് വീഴുവാൻ ഇടയാകുമെന്ന് വായിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ എന്ത് വായിക്കുന്നു? അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യുമെന്ന് നമുക്ക് കാണുവാനിടയാകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ക്ഷീണിച്ചും തളർന്നു പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ക്ഷീണിക്കാതെയും തളരാതെയും ജീവിപ്പാൻ ഇടയാകുന്ന അനുഭവം നമുക്ക് ഉണരുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വ്യക്തതയോടെ ഗ്രഹിച്ചുണരേണ്ടത് അക്ഷരീകമായ മാനുഷികമായ നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോയി ദൈവരാജ്യത്തിൽ ചെന്നെത്താമെന്ന് കരുതിയാൽ ഒരിക്കലും ദൈവമക്കളെ നമുക്കത് സാധിക്കത്തില്ല. കാരണം മാനുഷികം എന്നത് ബലഹീനമാണെന്നുള്ളതാണ് സത്യം. ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതരായിരിക്കാൻ ആവശ്യപ്പെട്ട് മുൻപോട്ട് പോയി പ്രാർത്ഥിച്ചു മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാരെ യേശു കാണുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അവർ ഭാരപ്പെട്ട് ഉറങ്ങുന്നവരായി കാണപ്പെടുവാനിടയാകുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്കുണ്ടെന്താണ്? ജഡം ബലഹീനമത്രേ, ആത്മാവോ ഒരുക്കമുള്ളതെന്നാണ്. ജഡം എപ്പോഴും ബലഹീനമാണ് ദൈവമക്കളെ. നമ്മുടെ ജഡികതയിൽ അഥവാ മാനുഷികതയിൽ നാം കർത്താവിന്റെ വരവിൽ പോകാമെന്ന് ആഗ്രഹിച്ച് ഉത്സാഹിച്ചാൽ ഒരിക്കലും നമുക്കത് സാധിക്കത്തില്ല. അതെപ്പോഴും ബലഹീനമായത് തന്നെയാണ്. ആകയാൽ തന്നെ നമ്മുടെ ഈ മാനുഷിക ബലഹീനതയിൽ ജീവിച്ച് നശിച്ചു പോകുന്നവരായി തീരുവാൻ നമുക്കിടയാകരുത്. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നത് അവർ കാട്ടുപോത്തിന് തുല്യമായ ബലം ഉള്ളവരായിരുന്നു എന്നാണ്. വേറൊരു ഭാഗത്ത് നാം വായിക്കുമ്പോൾ അവരിൽ ബലഹീനൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ബലഹീനതയില്ലാതെ ദൈവത്തിന്റെ ശക്തിയിൽ ബലപ്പെട്ട് മുൻപോട്ട് പോയ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതാനുഭവം നാം ശ്രദ്ധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവർ ക്ഷീണിച്ചും തളർന്നും പോകുവാൻ ഇടയായി എന്നാണ്. അവരുടെ ജീവിതത്തിൽ അവർ ക്ഷീണിച്ചും തളർന്നും പോകുവാൻ ഇടയായത് നിമിത്തം അവർ പിന്നണിയിലേക്ക് മാറ്റപ്പെട്ടിട്ട് ദൈവത്തെ ഭയപ്പെടാതെ അമാലേക്ക് വന്ന് അവരെ സംഹരിച്ചു കളവാൻ ഇടയായ ഒരു അനുഭവം നമുക്ക് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ വായിപ്പാൻ കഴിയും. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളണമെന്നാണ്. സംഹരിച്ച കാര്യം ആരെയാണ് സംഹരിച്ചതെന്ന് ചോദിച്ചാൽ ക്ഷീണിച്ചും തളർന്നും ഉള്ളവരെ. അവർ തങ്ങളുടെ ജീവിതത്തിൽ പിന്നണിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ
ദൈവം പിശാച് അഥവാ അമാലേക്ക് അവരെ സംഹരിച്ചു കളവാനിടയാകുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവമക്കളെ നാം ക്ഷീണിച്ചും തളർന്നും പോകുന്നവരായി മാറിയാൽ പിശാച് നമ്മെ സംഹരിക്കും, അഥവാ ആത്മീയ ജീവിതത്തിൽ നാം പട്ടുപോയി നിത്യതയിൽ ചെന്ന് ചേരുവാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ് സത്യം. ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവർ മരുഭൂമിയിൽ പട്ടുപോകുവാൻ കാരണമെന്ന് ചോദിച്ചാൽ ബലവാന്മാരായി അവർ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ വഴിയാത്രയിൽ അവർ ക്ഷീണിച്ചും തളർന്നും പോയി ബലഹീനപ്പെടുവാൻ ഇടയാകുന്നു. ആയതുകൊണ്ട് തന്നെ അവരിൽ അനേകർക്കും കനാൻ ദേശത്ത് ചെന്ന് ചേരുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഉണരുവാൻ ഇടയാകുന്നുണ്ട്. ആകയാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാനുഷിക ബലത്തോടെ ജീവിപ്പാൻ നാം ഉത്സാഹിച്ച് നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, അഥവാ മാനുഷികമായ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കനാൻ ദേശത്ത് പോയി ചേരാൻ, നിത്യതയിൽ പോയി ചേരാമെന്ന് ഉത്സാഹിച്ചാൽ ദൈവമക്കളെ ഒരിക്കലും നമുക്കത് സാധ്യമാകത്തില്ല. ഒരു കാരണവശാലും നമുക്കത് സാധ്യമാകത്തില്ല. കാരണം ബാല്യവും യൗവനവും എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ മാനുഷിക ജീവിതത്തിൽ ഏറ്റവും ശക്തമായ സ്ട്രോങ് ആയ കാലം എന്ന് പറയുന്നത്. പക്ഷെ തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും തളർന്ന് വീഴുവാനിടയാകും, അഥവാ ഇടറി വീഴുവാനിടയാകുമെന്നാണ്. ആകയാൽ മാനുഷികത കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് ആ വാക്യം നമ്മെ വളരെ വ്യക്തതയോടെ ഓർപ്പിക്കുവാനിടയാകുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് മാനുഷികമായ നമ്മുടെ കഴിവ് കൊണ്ട് ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ കഴിയാത്തതെന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരേണ്ടത് 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യമാണ്. അവിടെ നാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു വിശേഷമായ അനുഭവം കാണുവാൻ കഴിയും. അവിടെ നാം ആ വാക്യം നമുക്ക് കാണാപ്പാഠം അറിയാവുന്നതാണ്. എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് നമ്മോട് ഉപദേശിപ്പാനിടയാകുന്നു. ഈ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ ആരംഭം എന്താണ്? നടക്കുന്ന അനുഭവമാണ്. അങ്ങനെ നടന്ന് മുൻപോട്ട് ചെല്ലുമ്പോൾ നാം ഉത്സാഹവും ഉണർവും ഉള്ളവരാണെങ്കിൽ, ബലമുള്ളവരാണ്, സ്റ്റാമിന ഉള്ളവരാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഓടുന്ന അനുഭവമാണ് വരേണ്ടത്. ഇതല്ല, പുറകോട്ട് പോകുകയാണ്. കുറെ നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്ഷീണമുണ്ടാകുവാനിടയാകുന്നു. അങ്ങനെ ക്ഷീണിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? നിൽക്കുവാനിടയാകും. ഈ കുറെ നേരം നിന്ന് കഴിയുമ്പോൾ നാം യൗവനക്കാരുടെ അനുഭവം കണ്ടു. എന്താണ്? ഇടറി വീഴുമെന്ന്, അഥവാ തളർന്ന് വീഴുവാനിടയാകും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇരിക്കേണ്ടി വരും. ഈ നിൽക്കുവാനും ഒക്കാതെ വരുമ്പോൾ ഇരിക്കേണ്ടി വരും. ശ്രദ്ധിക്കണേ, ആദ്യം നടക്കുന്നു, പിന്നെ നിൽക്കുന്നു, പിന്നെ ഇരിക്കുവാനിടയാകുന്നു. ഇതാണ് മാനുഷികതയോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവം. ജീവിതയാത്രയിൽ നാം വീണ് നശിച്ചു പോകുന്ന അനുഭവമല്ലാതെ ഓട്ടം സ്ഥിരതയോടെ ഓടി ബിരുദ പ്രാപിപ്പാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ. ആകയാൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുന്ന നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് അതൊരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആയിരിക്കരുത്. ആരാണ് ഈ ദുഷ്ടൻ? ദൈവമക്കളുടെ ചിന്തയിൽ സ്വാഭാവികമായി വരുന്നത് ലോക മനുഷ്യർ അല്ലെങ്കിൽ അനാത്മീകരായ മനുഷ്യർ എന്നുള്ള ചിന്തയാണ് സ്വാഭാവികമായി ഉണ്ടാകുവാനിടയാകുന്നത്. ദൈവമക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. അവർ ദുഷ്ടന്മാരാണ്, പക്ഷെ അവർക്കും നമുക്കും ഒരു സംബന്ധം ഇല്ല എന്നുള്ളതാണ് സത്യം. ആരാണ് ദുഷ്ടൻ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിശാച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദുഷ്ട പിശാച് നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആലോചന തന്നിട്ട് ആ ആലോചനയാൽ നാം നടക്കുവാനിടയാകുന്ന ജീവിതാനുഭവങ്ങൾ പല ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ വരെ പിശാച് തനിക്ക് തോന്നൽ കൊടുത്ത് ആലോചന കൊടുത്തിട്ട് ആ ആലോചനയ്ക്ക് ഏറ്റവണ്ണം നടന്നതായ ദാവീദിന്റെ ജീവിതത്തിൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ താൻ കുറ്റക്കാരനായി തീർന്നത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെയും അപ്പുറമായി നാം ഈ ദുഷ്ടതയൊന്ന് ഉണരുവാൻ ഇടയാകേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത് എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ദുഷ്ടത എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അനുഭവമാണ്. അത് എവിടെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ
ഹൃദയത്തിലാണ് ഉണ്ടാകുവാനിടയാകുന്നത്. നമ്മെ ദുഷ്ടരാക്കി തീർക്കുന്നഥവാ നാം ദുഷ്ടത പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ ദുഷ്ടഹൃദയമാണ് നമ്മെ നടത്തുവാനിടയാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനയ്ക്ക് ഏറ്റവണ്ണമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് നമ്മെ വഴി നടത്തുവാനിടയാകുന്നത്. ഇവിടെ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായി മാറുന്നു? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയത്തക്കവണ്ണമുള്ള ദുഷ്ടഹൃദയമായി മാറുവാനിടയാകുകയാണ്. ഇനിയും ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഈ ദുഷ്ടഹൃദയത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ളതാണെന്ന് യഹോവ കണ്ടു എന്നാണ് 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. മനുഷ്യന്റെ മനോനിരൂപണങ്ങളൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു എന്നവിടെ നാം വായിക്കുന്നു. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു എന്നാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ മനുഷ്യന്റെ ഹൃദയങ്ങളുടെ നിരൂപണങ്ങളൊക്കെ ബാല്യം മുതൽ ദോഷമുള്ളതാണ്. പിന്നെ അടുത്ത വാക്യം നാം എന്താണ് വായിക്കുന്നത്? ഹൃദയവിചാര നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതാകയാൽ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ദുഷ്ടത വലിയതായി തീരുവാനിടയാകുകയാണ്. ഇന്ന് ദൈവമക്കളുടെ അനേകരുടെയും ജീവിതത്തിൽ തങ്ങളുടെ മാനുഷിക ചിന്തകൾക്കേറ്റവണ്ണം മാനുഷികമായ തങ്ങളുടെ നിരൂപണങ്ങൾക്കും വിചാരങ്ങൾക്കും ഏറ്റവണ്ണം ജീവിക്കുന്നവരായി തീരുന്നതിനാൽ ഈ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എക്കാലത്തും ദോഷമുള്ളതാകയാൽ സംഭവിക്കുന്നത് എന്താണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവരായി, അഥവാ നാം ദുഷ്ടന്മാരായി മാറുവാനിടയാകുകയാണ്. ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ളതായതുകൊണ്ടാണ് മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വർദ്ധിക്കുവാനിടയായതെന്ന് നാം 6-ാം അധ്യായത്തിൽ കാണുവാനിടയായി. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കണം ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ദൈവ നടത്തിപ്പിലും ദൈവ ആലോചനയിലും ആത്മാവിനാലും നടത്തപ്പെടേണ്ടവരായിരിക്കെ ആ ദൈവ ആലോചനയാലുള്ള നടത്തിപ്പ് വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ മാനുഷിക ചിന്തയിൽ, മാനുഷിക വിചാരങ്ങളിൽ, അഥവാ നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളിൽ നടക്കുവാനിടയായാൽ എന്ത് സംഭവിക്കും? ഹൃദയ വിചാരങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാണ്. അതിനാൽ ഉണ്ടാകുന്ന എന്താണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവരായി മാറുവാനിടയാകും. അങ്ങനെയെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ സ്വയചിന്തയിൽ, മാനുഷിക ചിന്തയിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങൾക്കേറ്റവണ്ണം നടക്കുന്നവരായി തീരുമ്പോഴാണ് നാം ആരായി തീരുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവരായി തീരുവാനിടയാകുന്നത്. ഇന്നത് സമ്മതിപ്പാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേരുടെ ജീവിതത്തിൽ സമ്മതിപ്പാൻ കഴിയും? ഒരിക്കലും ദൈവമക്കളെ, മാനുഷിക ചിന്ത ദൈവികം അല്ല. ഈ ജഡമെന്ന് പറയുന്നത് എപ്പോഴും ദൈവികതയ്ക്ക് ശത്രുവായി ജീവിക്കുന്നതാണെന്ന് തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിന്റെ ചിന്ത ആത്മാവിനും ആത്മാവിന്റെ ചിന്ത ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിലാണ് നാം അത് വായിക്കുന്നുണ്ട്. ഗലാത്യർ 5:17 അവിടെ വ്യക്തമായി പറയുന്നു. എന്താണ്? ജഡത്തിന്റെ ചിന്ത ആത്മാവിനും ആത്മാവിന്റെ ചിന്ത ജഡത്തിനും വിപരീതമായിരിക്കുന്നതുവാ ശത്രുത്വമായിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജഡീക ചിന്തയോടെ ജീവിക്കുവാൻ ഉത്സാഹിച്ചാൽ, നിങ്ങളുടെ മാനുഷിക ബുദ്ധിയിൽ, മാനുഷിക ജ്ഞാനത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾക്ക് ഏറ്റവണ്ണം ജീവിച്ചാൽ, ദൈവാത്മാവ് നിങ്ങളെ നടത്തുവാൻ കഴിയാതെ വണ്ണവും ദൈവ നടത്തിപ്പിൽ ജീവിപ്പാൻ കഴിയാതെ വണ്ണവും നിങ്ങൾ നിങ്ങളുടെ ആലോചനയാൽ, ദുഷ്ടന്മാരുടെ ആലോചനയാൽ നടക്കുന്നവരായി മാറുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാനുഷികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ പാടില്ല, മാനുഷികതയ്ക്ക് മുഖ്യത്വം കൊടുക്കുവാൻ പാടില്ല. അങ്ങനെ നാം ജീവിച്ചാൽ മരിക്കും നിശ്ചയമെന്നാണ് റോമാലേഖനം നാം വായിക്കുമ്പോൾ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്?
ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയമെന്ന് പറയുന്നു. പിന്നെ പകരം എന്ത് ചെയ്യണം? ആത്മാവിനാൽ ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്നാണ് റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാകരുത്, അഥവാ മാനുഷിക ചിന്തകൾക്കേറ്റവണ്ണം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകരുത്. അത് നമ്മെ ദുഷ്ടന്റെ ആലോചനയാൽ നടത്തുന്ന അനുഭവമാണ് ഉണ്ടാക്കുക. അങ്ങനെ നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ സ്വാഭാവികമായി നമുക്ക് എന്തുണ്ടാകും? ആത്മീയ ജീവിതത്തിൽ നാം ക്ഷീണിക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണമുള്ളവരായി തീരുവാൻ ഇടയാകും. എന്തുകൊണ്ട് നാം ക്ഷീണമുള്ളവരായി തീർന്നു എന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തിൽ നാം വായിക്കുന്ന രണ്ടാമത്തെ അനുഭവം എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവൻ അടുത്തപടിയായി എവിടേക്ക് വരുന്നു? പാപികളുടെ വഴിയിൽ നിൽക്കുന്നവനായി തീരുവാനിടയാകുന്നുവെന്നാണ്. മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിവില്ല സഹോദരങ്ങളെ, അവൻ നിൽക്കുകയാണ്. കാരണം എന്താണ്? റൂട്ട് മാറി, വഴി മാറി. ഇപ്പോൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത്? പാപത്തിന്റെ വഴിയിലൂടെയാണ് പോകുന്നത്. എന്തുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ പോകേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവമായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് എന്താണ്? നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എങ്കിലോ ഞാനല്ല, പിന്നെയോ എന്നിൽ വസിക്കുന്ന പാപമത്രേ അത് പ്രവർത്തിക്കുന്നതെന്ന് നാം കാണുവാനിടയാകുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ടത് കഴിയുന്നില്ല. കാരണം എന്താണ്? എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്യിക്കുവാനിടയാകുന്നു. അവിടെ താൻ എടുത്തു പറയുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ്? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മുടെ ഈ മാനുഷികതയിൽ അഥവാ നമ്മുടെ ഈ ജഡീക ജീവിതത്തിൽ അതിലൊരിക്കലും നന്മയില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളത് തന്നെയാണ്. അതിലൊരിക്കലും നന്മയില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് നന്മ വസിക്കാതെ വന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഏദെൻ തോട്ടത്തിൽ ദൈവം വിലക്കിയതായ വൃക്ഷഫലത്തെ മനുഷ്യൻ പറിച്ചു തിന്നു. മനുഷ്യൻ പറിച്ചു തിന്നപ്പോൾ അവൻ ആരായി തീർന്നു? നന്മ തിന്മകളെ തിരിച്ചറിവാൻ തക്കവണ്ണം ദൈവത്തെ പോലെ ആകുവാൻ ഇടയായി എന്നാണ്. ദൈവത്തെ പോലെ ആകുവാൻ സത്യമാണ് കേട്ടോ, ദൈവത്തെ പോലെ തന്നെയായി മനുഷ്യൻ. പക്ഷെ മനുഷ്യന് പറ്റിയ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പിശാചിന്റെ ആലോചന കേട്ട് പാപത്തിൽ വീണവനായതുകൊണ്ട് അവനിപ്പോൾ ദൈവിക അനുഭവങ്ങളാകുന്ന നന്മയെ തെരഞ്ഞെടുപ്പാൻ കഴിവില്ലാതെ അവനെപ്പോഴും തെരഞ്ഞെടുക്കുന്നത് എന്താണ്? തിന്മയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ബുദ്ധി തുറന്നപ്പോൾ, കണ്ണ് പ്രകാശിച്ചപ്പോൾ നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ പിശാചിന് അടിമപ്പെട്ട് പാപത്തിന് അടിമപ്പെട്ടവനായി തീർന്നതുകൊണ്ട് അവന്റെ ആഗ്രഹം എപ്പോഴും എങ്ങോട്ട് പോവുകയാണ്? പാപത്തിലേക്ക് അഥവാ തിന്മയിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് സകല മനുഷ്യരും തിന്മ ചെയ്യുന്നവരായി തീരുവാനിടയാകുന്നത്. തിരിച്ചറിവുണ്ട്, പക്ഷേ പിശാചിന്റെ മകനായതുകൊണ്ട് നന്മ തെരഞ്ഞെടുപ്പാൻ അവന് കഴിവില്ല. അവൻ തിന്മ തെരഞ്ഞെടുക്കുന്നവനായി തീർന്നു. ദൈവവൈതലായിരുന്നെങ്കിലോ, യഥാർത്ഥമായ ഒരു ദൈവവൈതലായിരുന്നെങ്കിൽ, അഥവാ ഏദെൻ തോട്ടത്തിൽ ആ പാപത്തിൽ വീഴുന്നതിന് മുൻപവസ്ഥയായിരുന്നെങ്കിൽ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥമായ ഒരു ദൈവവൈതൽ എന്തേ തെരഞ്ഞെടുക്കത്തുള്ളായിരുന്നു? നന്മയെ തെരഞ്ഞെടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ പാപത്തിൽ വീണതുകൊണ്ട് അവന് നന്മ തെരഞ്ഞെടുപ്പാൻ കഴിയാതെ പോകുന്ന അനുഭവം ഉണ്ടാകുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത്. ആകയാൽ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു, ജഡം കൊണ്ട് എന്ത് ചെയ്യുന്നു? പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുവാനിടയാകുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ന്റെ അവസാന ഭാഗം. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട്
ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നവരായി തീരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, ദൈവ നടത്തിപ്പിൽ ദൈവാലോചന പ്രകാരം നടക്കുവാൻ കഴിവില്ലാതെ സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നവനായി, തന്റെ ഹൃദയം ദുഷ്ടതയുള്ളതാകയാൽ ആ ദുഷ്ടഹൃദയത്തോടെ ജീവിക്കുന്ന ഒരുവനായി, ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കാതെ ദുഷ്ടമായ മനസ്സിന്റെ ഹൃദയത്തിന്റെ അഥവാ തന്റെ മാനുഷിക ചിന്തയിൽ നടക്കുന്ന മനുഷ്യൻ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് സേവിക്കുന്നത്. ശരീരം കൊണ്ടോ? ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നു? പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് നിലവിളിക്കേണ്ടി വരികയാണ്. കാരണം ഈ പാപം നമ്മെ അടിമപ്പെടുത്തിയിട്ട് നാം പാപത്തിന് അടിമയായിട്ട് ഇപ്പൊ ജീവിക്കുന്ന ജീവിതം ഏത് പാതയിലാണ്? പാപികളുടെ വഴിയിലാണ്. പാപികളുടെ വഴിയിലാണ്. മുൻപോട്ട് പോകുവാൻ കഴിവില്ലാതെ, ആത്മീയതയിൽ മുന്നേറുവാൻ കഴിവില്ലാതെ പാപികളുടെ വഴിയിൽ നിൽക്കുന്നവനായി മാറുകയാണ്. ആദ്യം നടന്നതാണ്, പക്ഷെ ആലോചന ആരുടെ ആയിരുന്നു? ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയായിരുന്നു. അങ്ങനെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയാൽ ജീവിച്ച് പാപം ചെയ്യുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുൻപോട്ട് നടക്കുവാൻ, ആത്മീയത്തിൽ മുന്നേറുവാൻ കഴിവില്ലാതെ താൻ നിൽക്കുന്നവനായി മാറുന്നു. എവിടെയാണ്? പാപത്തിന്റെ വഴിയിൽ നിൽക്കുന്നവനായി തീരുവാനിടയാകുന്നു. ഇനി മൂന്നാമതൊരു അനുഭവം നാം കാണുന്നുണ്ട്. എന്താണ്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനിടയാകുന്നു. ക്ഷീണിച്ചു കേട്ടോ, ക്ഷീണിച്ചെന്ന് മാത്രമല്ല, ഇപ്പോൾ അടുത്തത് എന്തായി? തളരുവാനിടയാകുകയാണ്. ദൈവിക ബലവും ദൈവിക അനുഭവമൊക്കെ നഷ്ടപ്പെട്ടിട്ട് തളരുവാനിടയാകുന്നു. ക്ഷീണിച്ചു പോക മാത്രമല്ല, തളർന്നും പോകുമ്പോൾ നീ നിൽക്കാൻ പോലും കഴിവത്തില്ല. എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇരിക്കേണ്ടി വരുവാനിടയാകുന്നു. അങ്ങനെ പക്ഷെ ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണ്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനിടയാകുന്നു. എന്താ പരിഹാസികളുടെ വിശേഷത? ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന്. അത് പക്ഷേ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത് സാറായാണ്. സാറായുടെ മകനാണ് അവകാശിയാകേണ്ടത്. പക്ഷെ സാറ നോക്കിയപ്പോൾ ഈ ദാസിയും മകനും അവകാശമാകാതിരിക്കണമെന്ന്, അല്ലെങ്കിൽ അവകാശിയാകാൻ പാടില്ലെന്നുള്ളത് അവൾ ഉണർന്നപ്പോൾ അവൾ കണ്ടുപിടിച്ചൊരു കാരണമുണ്ട്. എന്താണ്? ദാസിയുടെ മകൻ പരിഹാസി എന്ന് സാറ കണ്ടപ്പോൾ അബ്രഹാമിനോട് പറയുന്നു, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ദാസിയും മകനും പുറത്താക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ദാസിയുടെ മകനായി ഇസ്മായിൽ പരിഹാസിയായി കാണപ്പെട്ടു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം. മിസ്രൈം ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, പരിഹാസി ആരാകത്തില്ല, അവകാശം പ്രാപിക്കത്തില്ല. അവന്റെ അവസ്ഥ എന്താണ്? അവൻ പുറത്താക്കപ്പെടുവാൻ ഇടയാകുമെന്നാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർഗീയ അവകാശം നഷ്ടപ്പെട്ടവരായി നാം പുറത്താക്കപ്പെടുന്നവരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവമാണ് ഇത്. അബ്രഹാമിന് ബുദ്ധിമുട്ടായി, ശുശ്രൂഷകർക്കും പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ചില ദൈവമക്കളൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ മുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷെ മുടക്കേണ്ടവരാണെങ്കിലും മറ്റുള്ളവരെ ഓർത്തും സാഹചര്യങ്ങളെ ഓർത്തൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുവാനിടയാകും. പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ, പോകുന്നിടത്തോളമൊക്കെ പൊക്കോട്ടെ എന്ന്. പക്ഷേ ദൈവസന്നിധിയിൽ ഈ പരാതി വരുമ്പോൾ ദൈവം എന്തായിരിക്കും പറയുക? ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കെന്താണ്? അബ്രഹാമിന് അനിഷ്ടം തോന്നിയെങ്കിലും, തന്നെ സ്വന്തം മകനല്ലേ, അതുകൊണ്ട് അനിഷ്ടം തോന്നിയെങ്കിലും ദൈവം വ്യക്തമായി പറയുന്നു, ഈ കാര്യത്തിലൊക്കെയും നീ സാറായുടെ വാക്ക് കേൾക്ക്. എന്ത് ചെയ്യണം? അവളെ, ഹാഗാറിനെയും മകനെയും പുറത്താക്ക്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം നമ്മുടെ മാനുഷിക ആലോചനയ്ക്ക് ഏറ്റവണ്ണം നടന്ന് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീർന്നാൽ, നാം പാപം ചെയ്യുന്നവരായി തീർന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചവരായി നാം പുറത്താക്കപ്പെടുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിലാണോ 20-ലാണോ നാം വായിക്കുന്നുണ്ട്. എന്താണ്? ചില കൂട്ടരെയൊക്കെ പറയുന്നു, അവർ പുറത്ത് തന്നെ എന്ന് പറയുന്നു. പുറത്ത് തന്നെ.
വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം. നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്ത് തന്നെ. എടുത്തുറപ്പിച്ചു പറയുകയാണെന്ത്? പുറത്ത് തന്നെ. അങ്ങനെയെങ്കിൽ നമ്മുടെ മാനസിക ചിന്തകൾക്ക് ഏറ്റവണ്ണം, നമ്മുടെ ആലോചനയ്ക്ക്, നമ്മുടെ മനസ്സിന് തോന്നുന്നതിന് ഏറ്റവണ്ണമൊക്കെ, നമ്മുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയ്ക്ക് ഏറ്റവണ്ണം നാം ജീവിച്ച് ശരീരം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നവരായി ക്ഷീണിതരായി പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം പറയും, നീ പുറത്ത് തന്നെ. ദൈവം തന്റെ ആലോചനയാൽ നടത്തും. നാം ഇതുവരെ നടന്നത് എങ്ങനെയാണ്? മുമ്പേ നാം ചിന്തിച്ച് ധ്യാനിച്ച് നടന്നത് എങ്ങനെയാണ്? നമ്മുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയ്ക്ക് ഏറ്റവണ്ണമാണ് നടന്നത്. അതുകൊണ്ട് നാം ക്ഷീണിക്കേണ്ടി വരുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കുന്നവരായി മാറുവാനിടയാകുന്നു. എന്നാൽ ദൈവം നമ്മെ നടത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവം തൻ്റെ ആലോചനയാൽ നടത്തുവാനിടയാകും. ദൈവത്തിന്റെ ആലോചനയിൽ ദൈവം നമ്മെ നടത്തുമ്പോൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം നമ്മെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തുവാനിടയാകും. ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ചെന്ന് ചേരുവാൻ തക്കവണ്ണം ദൈവം തന്റെ ആലോചനയാൽ ചൊവ്വേയുള്ള വഴിയിൽ, നേരെയുള്ള വഴിയിൽ, ശരിയായ പാതയിൽ അഥവാ സിയോനിലേക്കുള്ള പെരുവഴികളിൽ ദൈവം നമ്മെ നടത്തുവാനിടയാകും. അഥവാ 119-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കിയിട്ട് കൽപ്പനകളുടെ പാതകളിൽ ഓടുവാൻ തക്കവണ്ണം നമ്മെ ശരിയായ പാതയിൽ തന്നെ നടത്തുവാൻ, അടുത്ത സ്റ്റെപ്പിലേക്ക് വരത്തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തി സിയോനിലേക്കുള്ള പെരുവഴികൾ നമ്മുടെ മനസ്സിൽ തന്ന് നമ്മെ ബലപ്പെടുത്തി നടത്തുവാനിടയാകും. അങ്ങനെ നാം ദൈവത്തോടുകൂടെ നടക്കുവാൻ തുടങ്ങിയാൽ അടുത്ത അനുഭവം നമുക്ക് എന്താണ്? ദൈവം നമ്മെ ശക്തീകരിച്ചിട്ട് കൽപ്പനകളുടെ പാതയിൽ ഓടുന്നവരായി തീരുവാനിടയാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് താൻ ചെയ്യുന്നത്? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമ വിളിയുടെ വിരുദിനായി താൻ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. ലാക്കിലേക്ക് ഓടുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ ക്ഷീണിച്ച് നിൽക്കത്തേ ഉള്ളൂ സഹോദരങ്ങളെ. എന്നാൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടന്നാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക? ദൈവം തന്റെ കൽപ്പനകളുടെ പാതയിൽ ഓടത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കിയിട്ട് നാം ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം, നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ തക്കവണ്ണം പിമ്പിലുള്ളതൊക്കെ മറന്ന് മുൻപിലുള്ളതിനാഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നവരായി തീരുവാൻ നമുക്കിടയാകും. ഒരു ഓടുന്ന ജീവിതം നടന്ന് 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 മുൻപോട്ട് ചെല്ലുമ്പോൾ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ച് ഹൃദയത്തെ വിശാലമാക്കി നമ്മെ മുൻപോട്ട് നടത്തുമ്പോൾ നാം തുടർന്ന് ചെയ്യുവാൻ പോകുന്നത് ക്ഷീണിച്ച് നിൽക്കുകയല്ല സഹോദരങ്ങളെ, പിന്നെയോ മുഴുബലത്തോടെ പുതുശക്തിയോടെ ഓടുന്നവരാകുവാനിടയാകും. ആ സിയോന്റെ പെരുവഴികളിലൂടെ ദൈവത്തിന്റെ കൽപ്പനകളുടെ പാതയിലൂടെ ഓടുന്നവരായി തീരുവാനിടയാകും. പാപം എന്താണ്? കൽപ്പന ലംഘനമാണ് പാപം. മനുഷ്യൻ തന്റെ സ്വന്തം ഇഷ്ടത്തിൽ, സ്വന്തം ബുദ്ധിയിൽ, ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയ്ക്ക് ജീവിക്കുമ്പോൾ കൽപ്പനകളെ ലംഘിക്കുന്നവനായി അവൻ പാപം ചെയ്യുന്നവനായി മാറുവാനിടയാകുന്നു. എന്നാൽ ദൈവാലോചന പ്രകാരം നടക്കുവാൻ, ദൈവത്തോടുകൂടെ നടക്കുവാൻ ഇടയാകുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കൽപ്പനകളെ അനുസരിക്കുന്നവനായി തീരുവാനിടയാകും. 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ കൽപ്പനകളുടെ പാതയിൽ ഓടുന്നവനായി തീരുവാനിടയാകും. ശ്രദ്ധിക്കണേ, കൽപ്പന ലംഘിക്കുന്നവനല്ല, പിന്നെയോ കൽപ്പനകളുടെ പാതയിൽ ഓടുന്നവനായി തീരുവാൻ ഉഷാറായ ഉത്സാഹത്തോടെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാനുള്ള അതിയായ ഹൃദയവാഞ്ചയോട് അതിനുവേണ്ടി തന്നെ ബന്ധപ്പെട്ട് അതിനുവേണ്ടി തന്നെ ഉത്സാഹിച്ച് കൽപ്പനകളും ചട്ടങ്ങളും വിധികളുമൊക്കെ ആർത്തിയോടെ കൈക്കൊണ്ട് ഉൾക്കൊണ്ട് അതനുസരണമായി ജീവിപ്പാൻ ബന്ധപ്പെടുന്നവനായി അവൻ മാറ്റപ്പെടുവാൻ ഇടയാകും. അതിന്റെ അടുത്ത അനുഭവം എന്താണെന്ന് നമുക്കറിയാം. യേശു പറയുന്നു, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് എവിടെ ചെന്ന് ചേരുന്നത്? നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഇടയാകുന്നത്.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലും ഇതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ജയിക്കുകയും കൽപ്പനകളെ കൽപ്പിച്ചവകളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ്. പിതാവ് യേശുവിന് കൊടുത്തതുപോലെ നമുക്കും അധികാരം പ്രാപിപ്പാൻ ഇടയാകത്തക്കവണ്ണം നാം സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഈ ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്ന് പറയുന്ന അനുഭവം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജയം പ്രാപിച്ച ആൺകുട്ടിയായി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന ആൺകുട്ടിയുടെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ആൺകുട്ടി അവളിൽ നിന്ന് അവൾ പ്രസവിച്ചിട്ട് ആൺകുട്ടി പെട്ടെന്ന് ദൈവത്തിങ്കിലേക്ക്, ദൈവസിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാനിടയായി. അവിടെയും പരാമർശിക്കപ്പെടുന്ന വാക്കെന്താണ്? ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള അധികാരം പ്രാപിക്കുന്ന ആൺകുട്ടി എന്നാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആ നിലയിൽ അധികാരം പ്രാപിച്ച് ദൈവരാജ്യത്തിന് യോഗ്യരായ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം മുമ്പേ കണ്ട വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. എന്താണ്? കൽപ്പിച്ചവകളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളുടെ പാതയിൽ ഓടുവാൻ ഇടയാകുന്ന അനുഭവം. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ, അവിടെ യെശയ്യാപ്രവചനം 40-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ നമുക്കതിന്റെ വിശേഷത കാണുവാൻ കഴിയും. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്നാണ്. ഇവിടെ റിവേഴ്സ് മോഡിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്താണ്? നടക്കുന്നു, പിന്നെ ഓടുന്നു, പിന്നെ പറന്നുയരുവാനിടയാകുന്നു. അല്ലേ? മുമ്പേ നാം കണ്ടത് എന്താണ്? നടക്കുന്നു, പിന്നെ നിൽക്കുന്നു, പിന്നെ ഇരിക്കുന്നു. അല്ലേ? അവിടെ താഴോട്ടാണ് പോകുന്നത്. ആ താഴോട്ട് പോകുന്ന അനുഭവത്തിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നടക്കുന്നു, പിന്നെയും മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? ഓടുന്നു, പിന്നെയും മുകളിലോട്ട് എന്താണ്? പറക്കുവാനിടയാകുന്ന അനുഭവം. ഇതാണ് ദൈവമക്കളെ, ദൈവശക്തിയാൽ ജീവിക്കുന്ന, കർത്താവിൽ ബലപ്പെട്ട് ജീവിക്കുന്ന ഒരാത്മീകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം. അവൻ ഒരിക്കലും താഴോട്ട് പോകുകയല്ല, ഉയർന്നു പോകുവാനിടയാകും. ആ ക്രമമാണ് നമ്മെ അവിടെ ഓർപ്പിക്കുവാനിടയാകുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായത് പറന്നുയരേണ്ടതാണ്. പക്ഷെ നാം മുൻപേ കണ്ട ആരംഭം നടക്കുന്നതായതുകൊണ്ട് ഇവിടെ അവസാനത്തിൽ നടക്കുന്ന അനുഭവം നമ്മെ ഓർപ്പിക്കുന്നു. നടക്കുന്നവനായിരുന്ന് ഓടുന്നവനായി പറക്കുന്നവനായി തീരുവാനിടയാകുന്ന ഒരനുഭവം. കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്റെ ലക്ഷണം പറയുന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലാണ് നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെന്താണ്? ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് പറയുവാനിടയാകുന്നു. കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായി യേശു പറഞ്ഞ ഒരു കാര്യമാണ്. എപ്പോൾ, എവിടെ കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് വ്യക്തമായി പറയുന്നു, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന്. എവിടെയാണോ ശവം കിടക്കുന്നത് അവിടേക്ക് കഴുക്കൾ പറന്ന് വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ മിശിഹ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ, അവൻ തേജസ്സോടെ പ്രത്യക്ഷനാകുമ്പോൾ നാം കർത്താവിന്റെ അടുക്കലേക്ക് പറന്ന് ചെല്ലുവാനിടയാകും. തെസ്സലോനിക്കത്തിൽ വായിക്കുന്നത് എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ 2 തെസ്സലോനിക്കർ 4:17 പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയാകും. മേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. ശവം ഉള്ളിടത്ത്, അഥവാ നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന നാം ചിറകടിച്ച് കയറുന്നവരെ പോലെ വാനമേഘങ്ങളിൽ കർത്താവിന്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെടുവാനിടയാകുന്ന അനുഭവം. അതാണ് ദൈവമക്കളെ, ദൈവശക്തിയോട്, ദൈവബലത്തോട്, ദൈവത്തിൻ്റെതായ ശക്തി പ്രാപിച്ച് ആത്മനടത്തിപ്പോട് ജീവിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിടയാകുന്നത്. ആകയാൽ നാം ഉണരേണ്ട
നഷ്ടപ്പെടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ അക്ഷരീകമായ ജീവിതം പോലെയല്ല. അക്ഷരീക ജീവിതത്തിൽ നാം നമ്മുടെ ബുദ്ധിക്കേറ്റവണ്ണം, നമ്മുടെ ജ്ഞാനത്തിനേറ്റവണ്ണം ആലോചിച്ചും ചിന്തിച്ചും ബുദ്ധിയോടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോകണം. അത് നമ്മുടെ അക്ഷരീക ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആത്മീക ജീവിതത്തിലേക്ക് നാം വരുമ്പോൾ ഒരിക്കലും സഹോദരങ്ങളെ മാനുഷിക ബുദ്ധി ഉപയോഗിക്കരുതേ, മാനുഷിക ജ്ഞാനം ഉപയോഗിക്കരുതേ. അവൻ തൻ്റെ സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അതവന് ഭോഷത്വമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആത്മീക ജീവിതത്തിൽ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക്, ജ്ഞാനത്തിന്, നമ്മുടെ ചിന്തയ്ക്കൊന്നിനും യാതൊരു സ്ഥാനവുമില്ല. ദൈവകരങ്ങളിൽ താണിരുന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ തന്നെ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് ദൈവാലോചനയാൽ ദൈവത്താൽ നടത്തപ്പെടുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്കിടയാകണം. വീണ്ടും ഓർപ്പിക്കട്ടെ, അക്ഷരീയ ജീവിതത്തിൽ നിങ്ങളുടെ മാനസിക ചിന്തകൾക്ക് ഏറ്റവണ്ണം നിങ്ങൾ ജീവിച്ചുകൊള്ളൂ, അത് നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ മാനുഷികതയ്ക്ക് ഇടം കൊടുക്കരുതേ. മാനുഷിക ജ്ഞാനം കൊണ്ട്, മാനുഷിക ചിന്ത കൊണ്ട്, മാനുഷികമായ നമ്മുടെ ബുദ്ധിയുടെ ആലോചന കൊണ്ട് ജീവിക്കുവാൻ പോയാൽ നാം ഭോഷന്മാരായി തീരത്തേ ഉള്ളൂ. അത് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കത്തേ ഉള്ളൂ. പരിഹാസികളാക്കി നമ്മെ മാറ്റുകയുള്ളൂ. നാം പുറത്താക്കപ്പെടുന്നവരായി തീരുകയുള്ളൂ. ആകയാൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ, ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ദുഷ്ടഹൃദയത്തിന്റെ ആലോചന പ്രകാരമല്ല, ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുവാൻ ഇടയാകണം. അങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്നവരായിരുന്നാൽ പാപത്തിന്റെ വഴികളിലല്ല ജീവിപ്പാൻ ഇടയാകുന്നത്, കൽപ്പനകളുടെ പാതയിൽ ഓടുവാൻ ഇടയാകും. പാപത്തിന്റെ പാതയല്ല, കൽപ്പനകളുടെ പാതയിൽ ഓടുവാൻ ഇടയാകും. അങ്ങനെ കൽപ്പനകളുടെ പാതയിൽ ഓടുവാൻ ഇടയായാൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരായി താണുപോകയല്ല, ചിറകടിച്ച് പകർന്നുയർന്ന് പരിഹാസികളുടെ ഇരിപ്പിടമല്ല, ദൈവ സിംഹാസനത്തിലേക്ക് പകർന്നു പോകുവാൻ ഇടയാകും. മനുഷ്യന്റെ ആലോചന പ്രകാരം നടക്കുന്നവന് പരിഹാസിയുടെ ഇരിപ്പിടമേ ലഭിക്കത്തുള്ളൂ. അവൻ അവിടെ ഇരുന്ന് അവസാനിക്കത്തേ ഉള്ളൂ. സഹോദരങ്ങളെ, പരിഹാസി പുറത്താക്കപ്പെടുമെന്നാൽ ദൈവാലോചന പ്രകാരം നടത്തപ്പെടുന്നവൻ, ദൈവത്തോടു കൂടെ നടക്കുന്നവനായി, കൽപ്പനകളുടെ പാതയിൽ ഓടുന്നവനായി അവൻ ഉയർത്തപ്പെടുവാൻ ഇടയാകുന്നത് ദൈവ സിംഹാസനത്തിലേക്കാണ്. പരിഹാസിയുടെ ഇരിപ്പിടമല്ല, ദൈവ സിംഹാസനം. കർത്താവ് പറയുന്നു, ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ശ്രദ്ധിക്കണേ, പരിഹാസിയുടെ ആ ദോഷമായ, മോശമായ, പുറത്താക്കപ്പെടുന്ന ഇരിപ്പിടമല്ല നമുക്ക് ലഭിക്കുന്നത്. പിന്നെയോ ദൈവ സിംഹാസനം ലഭിപ്പാൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയർന്ന് അവിടെ പോയി ഇരിപ്പാൻ നമുക്കിടയാകും. ആകയാൽ നമ്മുടെ ജീവിതയാത്ര ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ബലപ്പെട്ടുകൊണ്ട്, ദൈവത്തിന്റെ ആലോചന കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവകൽപ്പന പ്രകാരം ജീവിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് ശ്രേഷ്ഠതയോടെ ജീവിക്കുമെങ്കിൽ പറന്നുയരുന്നവരായി, കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ പറന്നുയരുന്നവരായി, ശരീര രൂപാന്തരം പ്രാപിച്ചവരായി, വാനമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകുന്നവരായി കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്കിടയാകും. കർത്താവിനോടുകൂടെ എന്നും എന്നേക്കും നമുക്ക് ഇരിപ്പാൻ ഇടയാകുന്ന ആ ഉന്നതമായ അനുഭവം പ്രാപിപ്പാൻ ഇടയാകും. കണ്ണുകളടച്ചാട്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇന്ന് നാം നമ്മുടെ മാനുഷികാലോചനയ്ക്ക് ഏറ്റവണ്ണം ജീവിക്കുന്നവരാണോ, അതോ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ജീവിക്കുന്നവരാണോ? മാനുഷികതയോടെ ജീവിക്കുന്നവരാണോ, ദൈവികതയോടെ ജീവിക്കുന്നവരാണോ? മാനുഷികത നമ്മെ നശിപ്പിക്കും ദൈവമക്കളെ, ദൈവിക നമ്മെ ഉയർത്തുവാൻ ഇടയാകും. ദൈവത്തിൽ ബലപ്പെടുവാൻ ഇടയാകട്ടെ, ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇടയാകട്ടെ, ദൈവത്തോടുകൂടെ നടക്കുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ തന്റെ ആലോചനയാൽ നടത്തി പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിൽ ചേർത്തു, പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിൽ ചേർത്തുകൊള്ളും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്നോട് അനുരൂപരായി, തന്നോട് കൂടെ ദൈവസിംഹാസനത്തിന് ദൈവം നമ്മെ യോഗ്യരാക്കും. ആകയാൽ ആത്മീയ ജീവിതത്തിൽ മാനുഷികത തള്ളിക്കളഞ്ഞുകൊണ്ട്, വ്യർത്ഥമായ മാനുഷിക ചിന്തകളെ ദൂരെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട്, മാനുഷിക ആലോചനകളെ ദൂരെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവാലോചനയ്ക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവ നടത്തിപ്പിനെ ഏൽപ്പിച്ചു കൊടുപ്പാൻ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നാം
ദൈവത്തോട് കൂടെ നടക്കേണ്ടവർ, നമ്മുടെ ദൈവത്തോട് കൂടെ നടക്കേണ്ടവരാണ്. ആ ഒരു ഉന്നതമായ അനുഭവത്തിലേക്ക്, ആ ശ്രേഷ്ഠമേറിയ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മുടെ ദൈവം നമ്മെ കൊണ്ടുവന്ന് നാം കർത്താവിൻ്റെ കൽപ്പനകളുടെ പാതയിൽ ഓടുന്നവരായി നിത്യതയിൽ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമ്മെ തന്നെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുക്കാം.